രജനീകാന്തിൻ്റെ കൂലി ഒരു ചരിത്ര വിജയമാകുന്നു. നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും രജനീകാന്ത് നായകനായ ചിത്രം കൂലിക്ക് മോശമല്ലാത്ത കളക്ഷൻ. ഋത്തിക് റോഷൻ്റെയും ജൂനിയർ NTRൻ്റെയും ചിത്രമായ വാർ 2വിനെ കടുത്ത വെല്ലുവിളി നേരിട്ടാണ് കൂലി മുന്നേറുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി 200 കോടി രൂപയിലധികം നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൂലി 216 കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചൊവ്വാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്ന് 9.50 കോടി രൂപ കൂലി കളക്ട് ചെയ്തു. വൻ ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ആദ്യമായി രജനീകാന്ത് നായകനാകുന്നു എന്നതായിരുന്നു പ്രധാന പ്രത്യേകത. മാത്രവുമല്ല, മറ്റു ഭാഷകളിൽ നിന്നുള്ള മുൻനിര താരങ്ങളും കൂലിയുടെ ഭാഗമായപ്പോൾ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന പ്രൊജക്റ്റായി കൂലി മാറി. കൂലിയുടെ ഓപ്പണിംഗ് കളക്ഷൻ കണക്കുകളും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു. കോളിവുഡിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷനാണ് കൂലിയുടേത്. ട്രാക്കർമാർ പുറത്തുവിട്ട കളക്ഷനേക്കാളും കുറവാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ എന്നതാണ് പ്രത്യേകതയുണ്ട്. രജനീകാന്തിൻ്റെ കൂലി ആഗോളതലത്തിൽ 151 കോടി രൂപയാണ് റിലീസ് നേടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പുറത്തുവിട്ട ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കൂലി ആഗോളതലത്തിൽ 404 കോടി രൂപ ഇതുവരെ നേടിയിട്ടുണ്ട്. കൂലിയെ അഭിനന്ദിച്ച് തമിഴകത്തെ താരങ്ങളും മറ്റ് പ്രമുഖരും രംഗത്ത് എത്തിയിരുന്നു. കൂലി എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്നത് തനിക്ക് ഉറപ്പുണ്ടെന്ന് ഉദയനിധി സ്റ്റാലിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിൻ്റെ 50ാം വർഷം പൂർത്തിയാക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. കൂലിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ലോകേഷും ചന്ദ്രു അൻപഴകനും ചേർന്നാണ്. അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീത സംവിധാനം. ഗിരീഷ് ഗംഗാധരൻ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. നാഗാർജുന, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സത്യരാജ് എന്നിവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അമീർ ഖാൻ സുപ്രധാന അതിഥി കഥാപാത്രമായി എത്തിയിരിക്കുന്നു.